ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിഷു സ്പെഷ്യൽ ചക്കയുടെയാണ്. പച്ച ചക്ക കൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പച്ച ചക്ക വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ തന്നെ നന്നായിട്ട് വെന്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അരിച്ച് വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുമ്പോഴത്തേനൊക്കെ നന്നായിട്ട് ഇത് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചിട്ടിടുക. അപ്പോൾ അതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി വെക്കുക. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക. ഈ പത്തിരിൻ്റെ മാവിൻ്റെ പോലെ അത്ര പാകത്തിന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയം കുഴച്ചെടുക്കൊന്നും വേണ്ട, എല്ലാം കൂടി മിക്സ് ആകുന്നവരൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച വാഴയിലയിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. കനല്ലാതെ പരത്തി കൊടുക്കുക. അതിന് ശേഷം ഈ നമ്മുടെ ചക്കൻ്റെ മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മുഴുവൻ മാവ് ഇതേപോലെ ചെയ്തെടുത്ത ശേഷം ആവിയിൽ വേവിച്ചെടുക്കുക.